നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ഓക്കെ ആയെന്നും പറഞ്ഞ് ഇറങ്ങും. വണ്ടി കയറുമ്പോൾ പിന്നെ ഒട്ടും ഒന്നിനും വയ്യ, വീഡിയോ എടുക്കാനോ ഒന്നിനും വയ്യ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തോടെ നിറയെ ഇതേ ഡ്രസ്സ് ഇട്ട് നിറയെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് ഞാൻ കാശ്മീർ പോകുന്നത്. ഇപ്പോൾ വളരെ വിഷമത്തോടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെയും വീടെത്തിയാൽ മതി. ഞാൻ ഒട്ടും ഹെൽത്ത് ഓക്കെ ആയിട്ടില്ല, കുറച്ചുകൂടെയൊക്കെ ആവാനായിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ ശരിയാവും, ഇല്ലെങ്കിൽ എനിക്കൊന്നുകൂടെ ഹോസ്പിറ്റലിൽ കയറിയേ പറ്റത്തുള്ളൂ. എന്തൊക്കെയോ കുറേ ബുദ്ധിമുട്ടുകൾ. എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ പറയാനറിയില്ല. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ജമ്മുവിലാണുള്ളത്. ഇന്ന് നമ്മൾ ഡൽഹിക്ക് അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും റൂം എടുക്കുന്നത്, അറിയില്ല. പോകുമ്പോൾ അതനുസരിച്ചിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എവിടെയാണോ റൂം കിട്ടുന്നത് അവിടെ എടുക്കും. ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ. അപ്പോൾ നമുക്ക് പോവാം. പിന്നെ പാസ് ചെയ്ത് വന്നപ്പോഴേ ആപ്രിക്കോട്ടാണെന്ന് തോന്നുന്നത്, എനിക്ക് ഫ്രൂട്ടിൻ്റെ പേര് കിട്ടുന്നില്ല. പീച്ചാണോ എന്തോ എനിക്കറിയില്ല. അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് നല്ല ഷമാമ് വാങ്ങി. കാണിച്ച വേലത്തരം വേണ്ട, ഞാൻ അയാളുടെ കട്ട് ചെയ്ത് തരാൻ പീസാക്കി തരുമെന്ന് കരുതി അയാൾ എന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നു. അതിലൊറ്റ പീസ് ഞാൻ എടുത്തിട്ട് ബാക്കി കളഞ്ഞു. ഇവിടെ അവരാരും കഴിച്ചില്ല. എന്നാൽ അത് മുഴുവനെ വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെങ്ങനെ കൊണ്ടുപോകാമായിരുന്നു. ഇതിനാളില്ലേ? क्या है? पीच इंग्लिश में पीच कहते हैं, हिंदी में आड़ू कहते हैं इसको। टेस्ट करने के लिए दिखा दो, कोई टेस्ट करवा। गाड़ी में पार्किंग प्रॉब्लम है। गाड़ी पार्किंग उधर है। ഒന്ന് കട്ട് ചെയ്യാൻ പറ്റുമോ? नहीं ऐसे खा के देखो। ഇതൊക്കെ പീച്ച് ഇഷ്ടപ്പെട്ടാ? कितना? 40 का पाव, 150 का केजी है। 40 രൂപ. ഒറിജിനൽ സാധനം അല്ലെങ്കിലും കുഴപ്പമില്ല. कितना? एक 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 केजी। हाँ, 1 kg कितना? 150। 150. 1 kilogram 150. ഹാഫ് കെ ജി. പീച്ചാണോ ആപ്രിക്കോട്ടാണോ? അഴുക്കൊക്കെ വാരിയിട്ടെന്നേ കരക്കിലെന്ന് പറഞ്ഞത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്ര ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ. എന്തായാലും ഇത് നീല കൊള്ളാൻ വേണമെന്ന് പറഞ്ഞത്, ഇവിടെ വേണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ വാങ്ങിച്ചത്. എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ജമ്മു. ചീമ ഈ ഒരു ഫീൽഡിലായതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ, എയിംസ് എന്ന കാര്യങ്ങളൊക്കെ. കാരണം അവൾ പറഞ്ഞ കുറേയൊക്കെ നമുക്ക് എയിംസിനെ പറ്റിയൊക്കെ അറിയാം, അതുകൊണ്ടുള്ള ഒരു ഇതാട്ടോ. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. ഭയങ്കര വെയിലെങ്കിൽ കട്ട വെയിൽ, തണുപ്പെങ്കിൽ അങ്ങേറ്റം. എക്സ്ട്രീം കോൾഡ് അല്ലെങ്കിൽ എക്സ്ട്രീം ഹോട്ട്, അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ടും എനിക്ക് ചൂടാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടം കേട്ടോ. സത്യമായിട്ടും ചൂട് ഒട്ടും ഇഷ്ടമില്ലാതെ പോയതാണ്, ചൂടിനെ കുറ്റമെല്ലാം പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ അവിടെ ചെന്ന് ഞാൻ അനുഭവിച്ച് ചീട്ട് വാങ്ങി കേട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ തണുപ്പ് അലർജിയും ചൂടിനെ പ്രണയിക്കുകയും ചെയ്യുകയാണേ. സത്യം പറയാമല്ലോ, ലഡാക്കിലെയും ശ്രീനഗറിലൊക്കെ ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഡിന്നറൊക്കെ ചിക്കനൊക്കെ സൂപ്പറാട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വീണ്ടും നമ്മൾ നോർത്തിലേക്ക് കയറിയിരിക്കുകയാണ്. റോട്ടി ചന ഇത് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. എങ്കിലും കുഴപ്പമില്ല, വെയിൽ വന്നപ്പോൾ എന്തൊരാശ്വാസം. വെയിലിനെ കുറ്റം പറഞ്ഞു പോയ ഞാനാണ്. ഇപ്പോൾ വെയിലിനെ ഞാൻ പ്രണയിക്കുന്നു ഗൈസ്. ബ്രെഡ് പക്കോടയും കണ്ടിന്ന് ഇവിടെ ഇതൊക്കെ ഉള്ളു. ബ്രെഡ് പക്കോടയും കച്ചോടിയൊക്കെ ഉള്ളു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല, പക്കോടയും പിക്കോടയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും വാങ്ങിയില്ല. ഈ സമയം കൊണ്ട് പകുതി ദൂരം എത്തിയാണ്. നമ്മളിത് അവിടെ വേറൊരു കടയിൽ കയറി. ഇവിടെ മാഗി മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. മാഗി എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി. ഇയാളിവിടെ ഈച്ചയെ വളർത്തണം തോന്നുന്നു. എത്ര ദിവസമായെന്നറിയാം എൻ്റെ സിമ്മ് കട്ടായിട്ട്. ഫൈനലി ഇന്ന് എൻ്റെ സിമ്മ് ഓണാവും കേട്ടോ. നമ്മൾ പത്താംകോട്ട് ഇറങ്ങിയാൽ പിന്നെ സിമ്മ് ആക്റ്റീവാകും. ഞാൻ വാട്സപ്പ് വഴിയായിരുന്നു എൻ്റെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സിമ്മ് ആക്റ്റീവാകും, അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ഞങ്ങൾക്ക് നാരങ്ങ ടൊമാറ്റോ ഇന്നത്തോണ്ട് മാഗി തീറ്റിയിൽ നിന്ന്
തിന്നൊന്നും മതിയായി. മാഗി, ബ്രെഡ്, പിന്നെന്തോന്നു? നിനക്ക് എന്താണ് അവിടെ പോകും ദോശ കേക്ക്. അങ്ങനെ മാഗി, ബ്രെഡ്, പിന്നെന്തോന്നു നമ്മൾ തിന്നൊന്നും മതിയായത്? റൊട്ടി ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ജമ്മു ഇറങ്ങിയിട്ടുണ്ട്. ലഖാൻപൂർ എന്നാണ് ജമ്മുവിൻ്റെ ഫസ്റ്റ് സിറ്റി. നമ്മൾ അതായത് റോഡ് ട്രിപ്പ് പോകുമ്പോൾ പത്താൻകോട്ട് കഴിഞ്ഞിട്ട് ജമ്മു കയറുന്നതിൻ്റെ ഫസ്റ്റ് സിറ്റിയുടെ പേര് ലഖാൻപൂർ എന്നാണ്. ആ ലഖാൻപൂർ കയറി കഴിഞ്ഞാൽ നമ്മുടെ സിം കട്ടാവും കേട്ടോ. അതുപോലെ ആ ലഖാൻപൂർ ഇറങ്ങി കഴിയുന്നതും നമ്മുടെ സിം ആക്റ്റീവ് ആവുകയും ചെയ്യും. എയർടെലിൻ്റെ പോസ്റ്റ് പെയ്ഡ് സിമ്മാണെങ്കിൽ ആക്റ്റീവ് ആവും, പ്രീപെയ്ഡ് ആണെങ്കിൽ ആക്റ്റീവ് ആവില്ല. നമ്മൾ ഈ ലഖാൻപൂരിൽ നിന്നും പുതിയ സിം എടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. കുറേ ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ സിം ഒന്ന് ആക്റ്റീവ് ആയിട്ടുണ്ട്. നമ്മൾ ജമ്മു ഇറങ്ങിയിട്ടുണ്ട്. ഇനി പത്താൻകോട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ പഞ്ചാബ്, ഹരിയാന ഒക്കെ ടച്ച് ചെയ്താണ് പോകുന്നത്. എനിക്ക് യാത്ര ചെയ്തതിൽ ഏറ്റവും നല്ലൊരു സിറ്റിയായിട്ട് തോന്നിയത് പഞ്ചാബും ഹരിയാനയും കേട്ടോ. ഫുൾ ഗ്രീനറിയും നിറയെ ഈ ഒരു വേനൽ സമയത്ത് വന്നിട്ടും നിറയെ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റി, ഗോതമ്പ് തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റി. ഗോതമ്പ് പാടം കേട്ടോ, തോട്ടമല്ല പാടമൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ കൃഷി സമയത്ത് വരുവാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു സ്ഥലമായിരിക്കും പഞ്ചാബ്. വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഈ പഞ്ചാബ് ഹരിയാനയുടെ ഭംഗിയൊക്കെ. സിനിമകളിലും മറ്റും കാണുന്ന പോലെ തന്നെ ഭംഗിയുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ്. 2 സ്റ്റേറ്റ്, പഞ്ചാബും ഹരിയാനയും. ഈ 2 സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റൽ ഒന്നല്ലേ, ചണ്ഡീഗഡ് അല്ലേ. എന്തായാലും അടിപൊളി സ്റ്റേറ്റുകളായിട്ടാണ് എനിക്ക് കൂടുതലും പഞ്ചാബാണ് എനിക്ക് ഭംഗി കൂടുതൽ തോന്നിയത് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് വന്നിട്ട് KFCയിൽ കയറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് പോയപ്പോഴും ഇവിടെ കയറി നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഒരു ചിക്കൻ ബക്കറ്റ് വാങ്ങി കഴിക്കാമെന്ന് കരുതിയിട്ടാണ് കയറിയത്. ലഞ്ചായിട്ട് തന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് കയറി. എൻ്റെ മുഖമൊക്കെ ഇരിക്കുന്നത് നോക്കി, ചുണ്ടൊക്കെ അങ്ങ് ഡ്രൈ ആയി, മുഖമൊക്കെ അങ്ങ് റാഷസ് പോലെ വന്നത് അങ്ങ് മാറിയിട്ടത് കറുത്ത കുത്തായിട്ടൊക്കെ നിന്ന് എൻ്റെ മുഖമൊക്കെ കണ്ടാൽ എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ വയ്യായികയാണ് ആ മുഖത്ത് ഫുള്ള് കാണുന്നത്. പക്ഷെ തീറ്റയ്ക്കൊന്നും ഒരു കുറവുമില്ല, അതൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എൻ്റെ ചുണ്ടൊക്കെ ഈ സിഗരറ്റൊക്കെ വലിച്ച് ഇങ്ങനെ കറുത്തിരിക്കുന്നവരുടെ ചുണ്ട് കണ്ടിട്ടില്ലേ? സിഗരറ്റ് സ്ഥിരമായിട്ട് വലിക്കുന്നവരുടെ ചുണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ ചുണ്ടിരിക്കുന്നത്. ലിപ്സ്റ്റിക്കൊന്നും ഇടാൻ പറ്റുന്നില്ല, ഫുൾ ഡ്രൈ ആയിട്ട് പൊട്ടിയിരിക്കുകയാണ്. ലിപ് ബാമും വാസലിനും ഒക്കെ കാര്യമായിട്ട് ഇടുന്നുണ്ട്, പക്ഷെ ആ പൊട്ടിയിരിക്കുന്നത് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലിപ്സ്റ്റിക്കോ ഒന്നും ഇടുന്നില്ല. അതിൻ്റേതായ ഒരു ഇത് എൻ്റെ മുഖത്ത് നല്ല രീതിയിൽ കാണാനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ KFCയിൽ കയറി ഒരു ചിക്കൻ ബക്കറ്റെല്ലാം ഓർഡർ ചെയ്തു. പിന്നെന്താണ്, ചിക്കൻ ഒരു ബക്കറ്റ്, ഒരു ബണ്ണ്, പിന്നെ 3 മൊഹിറ്റോയുടെ ഓർഡർ ചെയ്തു. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴേ നല്ല ഓഫേഴ്സ് KFCക്കായാലും ഡോമിനോസിനായാലും മെക്ഡിക്കായാലും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു ബക്കറ്റ് വാങ്ങിയുള്ളൂ, കാരണം യാത്ര ചെയ്യുമ്പോൾ അധികമൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ ചിലപ്പോൾ പണി കിട്ടിയാലോ എന്ന് കരുതിയിട്ട് ചെറിയൊരു ബക്കറ്റ് വാങ്ങി ഞങ്ങൾ 3 പേരും കൂടി ഷെയർ ചെയ്തു. 3 പേരെന്ന് പറയാൻ ഏട്ടൻ ഇത് അങ്ങനെ അധികം കഴിക്കില്ല, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഞാനും വേദയും കൂടി തന്നെയായിട്ട് കഴിച്ചത്, കൂടുതലും വേദ തന്നെയാണ് കഴിച്ചത്. ഞാനും അതിൽ നിന്നും 3-4 പീസ് എടുത്ത് കഴിച്ചു. ആ മൊഹിറ്റും കൂടെ ആയപ്പോൾ വയറ് സെറ്റായിട്ടോ. അപ്പോൾ കുറച്ച് സമയം വിശപ്പൊക്കെ മാറിയിരുന്നെങ്കിലും ഒരു 2 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും വിശപ്പൊക്കെ അടിച്ചു തുടങ്ങി. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഒരു നല്ലൊരു വെജ് റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങിയായിരുന്നേ. ഇവിടെ എല്ലാം കാര്യമായിട്ട് ഞാൻ ലൈവ് വോയിസ് ചെയ്യുന്നുണ്ട്. എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സോങ് കിടക്കുക കേട്ടോ. ഇനി അത് കിടന്നിട്ട് കോപ്പിറൈറ്റ് വേണ്ടാന്ന് കരുതിയിട്ടാണ് മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതിയത്. എന്തായാലും ഞാനങ്ങ് വല്ലാതെ ടയേർഡായി. ഈ പറഞ്ഞ പോലെ തീറ്റയ്ക്ക് മാത്രം ഒരു കുറവുമില്ല, ബാക്കി ഞാൻ മൊത്തത്തിൽ ടയേർഡാണ്. വീഡിയോസൊക്കെ പോകുന്ന വഴിക്ക് എന്തെങ്കിലും നല്ല ഭംഗിയൊക്കെ കാണുമ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ കാറിൽ കയറും, ഉറക്കം. ഇതുപോലെ വേദേ പോലെ കേട്ടോ, കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തുമ്പോൾ എഴുന്നേക്കും, കഴിക്കും, വീണ്ടും ഉറക്കം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബ്രോസ്റ്റഡൊക്കെ കഴിച്ചിട്ട് 2-2:30 മണിയൊക്കെ 12 മണിയൊക്കെ ആയപ്പോൾ കേട്ടോ ബ്രോസ്റ്റഡ് കഴിച്ചത്. അത് കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും വിശപ്പടിച്ചപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ നിർത്തി. അവിടെ എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ അവർ ഗോൾക്കപ്പയാണെന്ന് പറഞ്ഞു. ഗോൾക്കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ബേൽപൂരി ആ സംഭവം തന്നെ കേട്ടോ, പാനിപ്പൂരി, സേവ്പൂരി ഇതിനൊക്കെയാണ് പറയുന്നത്. എന്നാൽ പിന്നെ അതങ്ങ് പോരട്ടെ എന്ന് കരുതി നമ്മളിതൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടെങ്കിലും അവർ ഭയങ്കര സ്പെഷ്യലായിട്ട് പറയുമ്പോൾ അതെന്താണ് ആ സ്പെഷ്യാലിറ്റി എന്നറിയാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൽ വേറെ ഒന്നുമില്ല, പൂരിക്കകത്ത് കുറച്ച് പയറും കടലയും
മുളപ്പിച്ച പയറും കടലയും പിന്നെ പൊട്ടറ്റോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാൻ പനീറെന്നും പറഞ്ഞാണ് കഴിച്ചത്. പിന്നീട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പൊട്ടറ്റോ ആണ്. പിന്നെ ആ പൊട്ടറ്റോ മാറ്റിയിട്ട് കഴിച്ചു. എനിക്ക് പൊട്ടറ്റോ കഴിച്ചാൽ അപ്പോൾ യാത്രയ്ക്കിടയിൽ പൊട്ടറ്റോ കഴിച്ചാൽ അപ്പോൾ എനിക്ക് പണി കിട്ടും. മീൻസ് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പൊട്ടറ്റോ കഴിച്ചതാണോ ഒരു സ്കിൻ റാഷസ് വന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ലഡാക്കിൽ അന്ന് ചിക്കൻ കറിയോടൊപ്പം പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നമ്മൾ ട്രിപ്പ് പോയപ്പോഴും ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു. ഞാനൊരു പൊട്ടാറ്റോ മെഴുക്കുവരട്ടി കഴിച്ചതായിരുന്നു. എനിക്ക് ഫുൾ അന്ന് പണി കിട്ടിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പൊട്ടാറ്റോ കഴിക്കാൻ പേടിയാണ്. പൊട്ടാറ്റോ മാറ്റി വെച്ചിട്ട് പൂരി മാത്രം കഴിച്ചു കേട്ടോ. പൂരിയിൽ പയറും കടലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ഇവർ ഈ പറഞ്ഞ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഒരു വെജ് ബിരിയാണിയും വാങ്ങിയായിരുന്നു. വേദയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാനും ഏട്ടനും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ നേരം ഞാൻ കുറച്ച് വെജ് ബിരിയാണി എടുത്തോളൂ. മറ്റേ ഗോൾഡ് കപ്പ് കഴിച്ചപ്പോൾ തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്ര മാത്രം ബിരിയാണി എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്തു. ബാക്കി ഏട്ടൻ കഴിക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും മറ്റേ ബ്രോസ്റ്റഡൊക്കെ കഴിച്ച് അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും വിശക്കുന്നല്ലോ എന്ന് കരുതി കഴിച്ചതാണ്. ഏട്ടനും കുറച്ച് ബിരിയാണി കഴിച്ചിട്ട് ബാക്കി ഇവിടെ വച്ചിട്ട് വന്നായിരുന്നേ. ബിരിയാണി കൊള്ളായിരുന്നു. എല്ലാം ഓക്കെ ഭയങ്കര ടേസ്റ്റൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ബില്ല് കൊണ്ടുവന്നപ്പോഴേക്കും ശർക്കര കൊണ്ടുവന്നു നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് കേട്ടോ. സ്വീറ്റായിട്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ശർക്കര ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്ക് തോന്നുന്നു ഷുഗർ കെയിനിലുണ്ടാക്കിയ ശർക്കരയാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇങ്ങോട്ടൊക്കെ ശർക്കരയൊക്കെ ശരിക്കും കാണാൻ പറ്റും. ശർക്കര അതായത് ഷുഗർ കെയിൻ കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ ശർക്കര ഫാക്ടറിയും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് കഴിക്കാൻ കയറിയ കടയിൽ ശർക്കര കിട്ടുന്നത്. പിന്നെ നമ്മൾ കഴിക്കാൻ കയറുന്ന കടകളെല്ലാം ധാബകളാണ്. പിന്നെ ഈ പഞ്ചാബ് ഹരിയാന ഈ സൈഡിലേക്ക് വരുമ്പോൾ നിറയെ കടകൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര റിച്ച് സ്റ്റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡൽഹി കഴിഞ്ഞ് ജമ്മു കയറുന്നത് വരെ പഞ്ചാബ് ഹരിയാന രണ്ട് സൈഡിലും റെസ്റ്റോറൻറ്റ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നിറയെ വലിയ റെസ്റ്റോറൻറ്റ്സും അതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളും കാര്യങ്ങളും KFC, മെക്ഡി, ബർഗർ കിങ്, അങ്ങനെ വേണ്ട ഡൊമിനോസ്, വേണ്ട എല്ലാ സാധനങ്ങളും, ഹൽദിറാംസ് എല്ലാം മുക്കിന് ഓരോ 5 മിനിറ്റ് ഗ്യാപ്പിലും ഉണ്ടാവും കേട്ടോ. സോ ഡൽഹി കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് നല്ലതാണോ ഇല്ലേ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ശരിക്കും ഫുഡുണ്ട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് 2-3 മണിക്ക് നമ്മൾ അവിടെ ഇറങ്ങി വെറുതെ വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആരും അധികം കഴിച്ചില്ല, ജസ്റ്റ് ഒന്ന് എച്ചിലാക്കി. വിശപ്പുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പിനെ മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ എച്ചിലാക്കി വെച്ചിട്ട് വന്നു കേട്ടോ. എന്നിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ സമയമായപ്പോൾ ഈ പോകുന്ന ഞാൻ പറഞ്ഞില്ല 2 സൈഡിലും വലിയ ഷോപ്പിംഗ് മോളുകൾ കിടക്കാണ്. വിത്ത് ഹോട്ടൽ റൂംസും ഉണ്ടാവും കേട്ടോ. അക്കോമഡേഷനും ഇതുപോലുള്ള വലിയ ബ്രാൻഡഡ് കടകളും മറ്റുമായിട്ട് നിറയെ ഉണ്ടാവും. അവിടെ ഒരു കടയിൽ കയറി നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. ചായ നല്ല കിടിലം ചായ. ഇവിടെ ചായക്കും സാധാരണ നോർത്തിൽ കയറിയാൽ ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് ഒരു 2 സിപ്പ് എടുക്കുന്നത് നമ്മുടെ ചായ കഴിയും കേട്ടോ. പക്ഷേ ഡൽഹി കഴിഞ്ഞ് പഞ്ചാബ് ഹരിയാന ആ ഒരു ഏരിയയിലേക്ക് വന്നാൽ വലിയ കപ്പിന് ചായ തരും കേട്ടോ. എനിക്കും വേദയ്ക്കും വേണമെങ്കിൽ ആ ഒരു ചായ കുടിക്കാൻ പറ്റും. അത്രയ്ക്കും നല്ല ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ തരുന്നത്. അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ഒരു ഹൈദരാബാദ് വരെ നമുക്ക് ഫുഡിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇഡ്ഡലി, ദോശ, ബിരിയാണി ഇതൊക്കെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞ് ഹൈദരാബാദ്, മഹാരാഷ്ട്രയും വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, എൻ്റെ അമ്മോ ദാഹിച്ച വെള്ളം കിട്ടത്തില്ല. റൊട്ടിയും കറിയും. അത് കഴിഞ്ഞ് ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ജമ്മുവിലൊക്കെ ഇഷ്ടം പോലെ ഫുഡ്, ചിക്കനൊക്കെ സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ പെട്രോളിനും റേറ്റ് കുറവാണ്. 94 95 എന്തോ ഉള്ളൂ പഞ്ചാബ് ഹരിയാനയൊക്കെ കേട്ടോ. അങ്ങനെ പെട്രോൾ അടിച്ചിട്ട് തൊട്ടടുത്ത കടയിൽ കയറി ചായ കുടിക്കാൻ നോക്കിയപ്പോൾ അവിടെ ചായ ഇല്ല എന്നോ എന്തോ പറഞ്ഞു കേട്ടോ. പിന്നെ ചായ കുടിച്ചില്ല. അപ്പോഴാണ് ഞാൻ വളരെ അപ്രതീക്ഷിതമായി എൻ്റെ കാലുകൾ ശ്രദ്ധിക്കുന്നത്. എൻ്റെ കാലിലൊക്കെ നീര് കേട്ടോ. ഞാൻ 2-3 ദിവസത്തിന് ശേഷം ഇന്നാണ് കാല് ശ്രദ്ധിക്കുന്നത്. മറ്റത് സോക്സൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചിട്ടൊന്നും നോക്കില്ല. ഇന്ന് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെരുപ്പ് നൂരി നോക്കിയപ്പോൾ എൻ്റെ കാലിലൊക്കെ നീര്. ഞാൻ ചത്ത് കേട്ടോ. എനിക്ക് കാലിൽ നീര്, ദേഹത്ത് നീര്, ദേഹം കറുത്ത് ഈരിണ്ട ഞാൻ എന്തോ ഒരു രൂപത്തിലായിട്ടോ. എനിക്ക് എന്നെ കാണും തോറും വിഷമവും സങ്കടവും എനിക്ക് പറയാൻ പറ്റുന്നില്ല, സഹിക്കുന്നില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്ന് ശരിയാവുന്ന നാളെ ശരിയാവുമെന്ന് നോക്കിയിട്ട് പറ്റുന്നില്ല കേട്ടോ. ഞാൻ ഓക്കെ ആവുന്നില്ല. എൻ്റെ മുഖം കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമവും ഡിപ്രഷനും വന്ന് അസുഖം കുറച്ചുകൂടെ കൂടുന്നതേ ഉള്ളൂ. റിച്ച് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എവിടെ തിരിഞ്ഞാലും ഷോപ്പിംഗ് മോൾസ്, ബാസ്കിൻ റോബിൻസ്, മെക്ഡി, KFC, ഇഷ്ടം പോലെ ബ്രാൻഡഡ് ഷോപ്പുകളാട്ടോ. നമ്മൾ വേറെ ഏതോ കൺട്രി പോയൊരു ഫീലാണ്. ഒരു തന്തൂരി ചായ കുടിക്കാം. ഐസ്ക്രീം വേണമെന്നത് ഉച്ചയ്ക്ക് നീ കഴിച്ചില്ലേ? അത് ഞാൻ മറന്നുപോയി. ചായ കുടിക്കാം നമുക്ക്. ഒരു തന്തൂരി ചായ നമുക്ക് 2 കൂടെ 1 മതി.
ലസ്സി ഒന്നും വേണ്ട. നാനല ചായ, കേസർ ചായ, ഇലാച്ചി ചായ, സ്പെഷ്യൽ മസാല ചായ. അദ്രക്ക് ഇഞ്ചി അല്ലേ? എനിക്കൊരു ഏലാച്ചി ചായ മതി. ഏലക്ക ചായ. ഒരു ഏലക്ക ചായയും ഒരു ഇഞ്ചി ചായയും പറഞ്ഞു കേട്ടോ. എനിക്ക് മേതയ്ക്കും കൂടി ഒരു ചായ ആയിരുന്നത് ചായ. ഈ നോർത്തിലോട്ട് വന്നാൽ ഇഞ്ചി ചായ കുടിച്ച് മടുക്കും കേട്ടോ. അപ്പോഴാണ് തന്തൂരി ചായ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കണ്ടതും അവിടെ ഏലച്ചി ചായ കണ്ടതും. അങ്ങനെ ഏലക്ക ചായ ഞാൻ പറഞ്ഞു, ഏട്ടനൊരു ഇഞ്ചി ചായയും പറഞ്ഞു കേട്ടോ. എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയോ ആ ചായ. സത്യം പറഞ്ഞാൽ എനിക്കും വേദയ്ക്കും കൂടിയാണ് വാങ്ങിയത്, പക്ഷെ തികഞ്ഞില്ല. എനിക്കും വേദയ്ക്കും നല്ല ചായയായിരുന്നു. തന്തൂരി ചായയിൽ ഏലക്കയും കൂടി ഇട്ട് തന്ന ഏലക്ക തന്തൂരി ചായ കേട്ടോ. നല്ല ചായയായിരുന്നു, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു ചായയും കൂടി വാങ്ങാനുള്ളതായിരുന്നു. ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞ് വേദ ഇരുന്നെങ്കിലും കുടിച്ചപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ. പിന്നെ ഞാനും വേദയും കൂടി ഷെയർ ചെയ്തു. പിന്നെ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്താൽ പിഴങ്ങും സമയത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ ഒന്നിനെ തന്നെ ഞാനും വേദയും കൂടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. നമ്മളിപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയ സ്ഥലത്ത് ഹോട്ടൽ റൂംസ് ഉണ്ട്, നിറയെ ബ്രാൻഡഡ് കടകളുണ്ട്, ഫുഡ് കഴിക്കാനുണ്ട്, അതുണ്ട് ഇതുണ്ട് എല്ലാം ഉണ്ടേ. ഇവിടെ എന്തോരം സാധനങ്ങൾ കഴിക്കാനെന്ന് നോക്കുക. ഐസ്ക്രീം, ഗുലാബ് ജാമുൻ, അത് ഇത് ഒന്നും കഴിക്കാൻ തോന്നില്ല. ഇവിടെ റൂംസൊക്കെ അവൈലബിൾ ആട്ടോ. നമ്മൾ റൂം എടുക്കാനുള്ള സമയമായില്ല, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് റൂം എടുക്കാമെന്ന് എഴുതി. അപ്പോൾ ഒന്നും വാങ്ങിക്കണ്ട വാ. അങ്ങനെ നമ്മൾ ഡൽഹി എത്താറായിട്ടുണ്ട്. ഡൽഹി എത്താൻ ഒരു 50 കിലോമീറ്ററൂടെ ഉള്ളൂ. നമ്മൾ സോൻപട്ട് അല്ലേ? സോനിപട്ട് എവിടെ? സോനിപട്ട് എത്താറായി. ഇനി ജസ്റ്റ് 10 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. അത്തന്നെ മുന്നേ ഒരു ഹോട്ടൽ റൂം എടുത്തു. പോകുന്ന വഴിക്ക് തന്നെ റൂം എടുത്തു. ഇത് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള വീഡിയോ തീറ്റി മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. കാരണം ഇനി വീടെത്തുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. അങ്ങോട്ട് പോയ സന്തോഷം അങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇല്ല. അപ്പോൾ എന്തായാലും പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ ബൈ.